സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതായിരുന്നു. അപ്പം അത്ര സ്നേഹം എന്നോട് കാണിച്ചതാണ്. അവരോടൊക്കെ നീതി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു ദുഃഖം എനിക്കുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ദുഃഖമില്ല, സന്തോഷം മാത്രമാണ്. തീർച്ചയായും ഈ അനിൽ ആന്റണി, അത് ഈ കേരളത്തിൽ എല്ലാവരും വേറൊരു ഗതികേട്, പത്തനംതിട്ട അനിൽ ആന്റണി അറിയുന്നവരില്ല. അത് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത് അത്ര ഓട്ടം കൂടുതലാണ്. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണിയെ മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു ദുഃഖമുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും നമുക്കൊരു ശ്രമം നടത്താമല്ലോ. എനിക്കറിയില്ല, അത് ജനത്തിന്റെ ജനങ്ങളൊന്നും, നിങ്ങൾ ഈ ചാനലല്ലേ എന്നോട് ചോദിക്കാൻ പറ്റില്ല മനെ, നിങ്ങൾ ജനങ്ങളോട് ചോദിക്കുക. പക്ഷെ ആന്റോ ആന്റണിക്ക് അനുകൂലമായ ഒരു തരംഗം പത്തനംതിട്ട ഇല്ല, എന്നെ വിശ്വസിക്കും. കാരണം എന്നോട് ചോദ്യം ചോദിക്കുന്ന ഞങ്ങൾ ആന്റോ ആന്റണി വീടിനടുത്ത് താമസിക്കുന്ന ആളാണ്, മനസ്സിലായി. പക്ഷേ ആന്റോ ആന്റണിക്ക് തരംഗം ഉണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം 15 കൊല്ലം MP ആയിരുന്ന ആളാണ്. അങ്ങനെപ്പറ്റി നല്ല അഭിപ്രായമല്ല ഉള്ളത്. ഞാൻ ഏതായാലും വ്യക്തിപരമായി ആരെയും ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്റെ അഭിപ്രായവും പറയുന്നില്ല. ഈ കൂടുതൽ ശ്രമകരമായിരിക്കുമോ ഈ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ? കാരണം മണ്ഡലത്തിൽ പരിചയമില്ലാത്ത വ്യക്തിയാണ്, കേരളത്തിൽ തന്നെ പരിചയമില്ലാത്ത വ്യക്തിയാണ്. അപ്പം ഒരു ശ്രമകരമായ ജോലിയാണോ ഇന്ത്യയുടെ മുന്നിൽ വന്നിരിക്കുന്നത്? ശ്രമകരമെന്ന് മാത്രമല്ല, വലിയ ടഫാണ്. കാരണം ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണം ജനങ്ങൾക്ക്, അതാണ്. അങ്ങനെ വലിയൊരു നഷ്ടബോധമുണ്ട് എനിക്ക്. കാരണം അത് എന്താന്ന് വെച്ചാൽ ആളെ അറിയില്ലല്ലോ, കേരളമായിട്ടൊരു ബന്ധമില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, AK ആന്റണിയുടെ മകന്. പക്ഷെ AK ആന്റണി കോൺഗ്രസ്സാണ്. AK ആന്റണിയുടെ പിന്തുണയില്ലാത്ത, അപ്പന്റെ പിന്തുണയില്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം. AK ആന്റണി പരസ്യമായിട്ട് ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ടായത്. അതാണ് ഇതിന് നില. ജനപ്രീതിയുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരു പരിഗണന കിട്ടേണ്ടതായിരുന്നല്ലോ. ആ ഒരു പരിഗണന കിട്ടാത്തതിൽ BJP-യോട് അതൃപ്തിയുണ്ടോ? എന്റെ ദൈവം തന്നെ ഇത് കൂട്ടി ചോദിച്ചു ഞാൻ എന്നെ മറുപടി പറയും കൊച്ചേ. അതായത് എനിക്ക് കിട്ടാവുന്ന മാക്സിമം മാന്യതയും ആദരവും BJP എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടുണ്ട്. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലും യാതൊരു സംശയമില്ലാതെ BJP വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറുന്ന 100% എനിക്ക് ബോധ്യമുണ്ട്. എത്രയോ ആളുകൾ BJP വന്നു, അവർക്ക് ആർക്കും കിട്ടാത്ത അംഗീകാരവും ആദരവും എളിയവനായി എനിക്ക് BJP-യുടെ നേതൃത്വവും പ്രവർത്തകരും കേരളം മുഴുവൻ RS പ്രവർത്തകരും തരുന്നുണ്ട്. ഇതിനൊക്കെ അതീതമായിട്ട് എന്റെ ജീവിതം തന്നെ നിലനിർത്തിയിരിക്കുന്ന RS-ന്റെ പ്രവർത്തകരാണ്. പിന്നെ എനിക്ക് നന്ദികൾ കാണിക്കാൻ കഴിയുമോ? ഞാൻ 100% നന്ദി അവരോടുണ്ട്. നന്ദിയോട് തന്നെ പോകും.